ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് കുറച്ച് അഭ്യാസ പ്രകടനങ്ങളാണ് കാണാൻ പോകുന്നത്. നല്ലതുപോലെ അഭ്യാസങ്ങൾ കാണിക്കുന്നവരും അതുപോലെ അനുകരിക്കാൻ നോക്കി അബദ്ധങ്ങൾ കാണിക്കുന്നവരുമുണ്ട് കേട്ടോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചേട്ടനൊരു അഭ്യാസിയാണ്. എത്ര ഉയരത്തിലാണ് ഒറ്റയടിക്ക് ചാടിക്കയറുന്നത് നോക്ക്. എന്നാൽ ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞു ഒരു കമ്പ് കണ്ടപ്പോൾ ഒന്ന് കയറി ഒരു മനസ്സുഖം. അതെന്തായാലും ഇങ്ങനെയായി. വളരെ കഴിവുള്ളൊരു അഭ്യാസിയാണ് കേട്ടോ. എന്നാ ഒരു ഇതാണ് പോണ പോക്ക് നോക്ക്, റോക്കറ്റ് പോലെ. ഇങ്ങനെയൊക്കെ ചാടിപ്പിടിച്ച് കയറാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല കേട്ടോ. ചേച്ചി ഒരു മികച്ച അഭ്യാസിയാണ്. എന്നാൽ ചേച്ചിയേക്കാൾ വലിയ അഭ്യാസിയാണ് ഞാനെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. പ്പറം ചാടി കടന്നവനാണീ കെ ജോസ്. ഒരു റിങ് കിട്ടിയാൽ അതിൽ പിടിച്ച് ഇങ്ങനെ കറങ്ങാൻ അത്ര വലിയ അഭ്യാസമൊക്കെ അറിഞ്ഞിരിക്കണമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ ചേട്ടനും ആ കൂട്ടത്തിൽ പെട്ട ആളാണ് കേട്ടോ. ഒരു കൊച്ചുകുട്ടി എത്ര മനോഹരമായിട്ടാണ് ആ വള്ളിയിൽ ചാടി അഭ്യാസം കാണിക്കുന്നത് നോക്ക്. എത്ര ബാലൻസ് ആണെന്ന്. കൊച്ചുകുട്ടിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും പറ്റില്ല എന്നാണ് ഈ ചേട്ടൻ ചോദിക്കുന്നത്. ഇതൊക്കെയാണ് അഭ്യാസം. നല്ല ധൈര്യമൊക്കെ വേണ്ട ഒരു അഭ്യാസമാണ് കേട്ടോ. നോക്ക്, ആള് എത്ര കറക്റ്റായിട്ടാണ് ആ ട്യൂബിൽ പോയി ചാടിയത്. എന്നാൽ ഇത് എനിക്കും പറ്റുമെന്നാണ് ഈ ചേട്ടനും പറയുന്നത്. ചേട്ടന്റെ അഭ്യാസം ഒന്ന് കാണാം. ഇത് കണ്ടാരും അനുകരിക്കരുതെന്ന് ഈ ചേട്ടൻ തന്നെ പറഞ്ഞതാണ്. എന്നാൽ ഇതൊക്കെ നിസ്സാരമാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. വെള്ളത്തിൽ ഇങ്ങനെയൊക്കെ പോകുന്നത് വളരെ രസകരമാണ്. എന്നാൽ പിടിവിട്ടു പോയാൽ എവിടെ ചെല്ലും? ചേട്ടൻ പൊക്കിയടിയിൽ ഒരു മിടുക്കൻ തന്നെ. എത്ര നിസ്സാരമായിട്ടാണ് അത് ചെയ്യുന്നത് നോക്കൂ. ഇത് കണ്ട് കുറച്ചു പേര് അനുകരിച്ചതാണ്. ഒരു സൈക്കിളിൽ കയറി നിന്ന് എത്ര ബാലൻസ് ആയിട്ടാണ് ആള് ചാടിപ്പോകുന്നത് നോക്കൂ. എന്നാൽ ഇത് സൈക്കിൾ ബാലൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പുള്ളി പറയുന്നത്. മികച്ചൊരു അഭ്യാസി തന്നെയാണ് ഈ ചേട്ടൻ. കറക്റ്റായിട്ട് ബോൾ ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞു കണ്ടോ. എന്നാൽ ഈ ചേട്ടനും അതിന് നിസ്സാരമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തു വേണം ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. ബോൾ ബാലൻസ് ചെയ്യുന്ന ഒരു അഭ്യാസിയായ ചേച്ചിയെ കണ്ടു നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല, ഇതിലും കൃത്യമായി ഞാൻ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഒരു വില്ലിൽ രണ്ടമ്പ് വെച്ച് ലക്ഷ്യം ഭേദിക്കുന്ന ചേട്ടനൊരു അഭ്യാസി തന്നെയാണ്. എന്നാൽ വില്ലിലൊന്നുമല്ല കാര്യം, ഉന്നത്തിലാണ് കാര്യമെന്നാണ് ഈ ചേട്ടൻ കാണിച്ചു തരുന്നത്. ആരും ഇതുവരെ കാണിക്കാത്ത കസാര വെച്ചുള്ള ഒരു അഭ്യാസം നമുക്ക് കണ്ടു നോക്കാം. അടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അടി. ഒന്ന് കണ്ടു നോക്കൂ. ഇനി പ്രാക്ടീസിന് അവൻ വരില്ല എന്നാ പറഞ്ഞത്. വളരെ ബാലൻസോട് കൂടിയ ഒരു അഭ്യാസമാണ് ചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഇതിനത്ര വലിയ ബാലൻസ് ഒന്നും വേണ്ട എന്നാണ് ഇവര് കാണിക്കുന്നത്. കണ്ടു നോക്കാം. വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ്